ഹായ്, ഇന്ന് ജനുവരി 4, 2025. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ വൈറസിനെ കുറിച്ചാണ്. അതിനെപ്പറ്റി പറയാൻ കാരണം നമ്മൾ കൊറോണയ്ക്ക് ശേഷം ചൈനയിൽ മറ്റൊരു ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് പേര് ആശുപത്രിയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നതും ആശുപത്രിയിൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഒരു മെഡിക്കൽ എമർജൻസിയിലേക്ക് ചൈനയുടെ ഒരു അവസ്ഥ മാറുന്നുണ്ടെന്നുള്ളൊരു വാർത്തയും കാര്യങ്ങളും വന്നതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള ഈ ഒരു ഹ്യൂമൻ മെറ്റാപ്നോമോ വൈറസ് എന്ന് പറയുന്ന HMPV എന്ന് പറയുന്ന വൈറസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാര്യം നമ്മൾക്ക് കൊറോണ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പാൻഡമിക് ഉണ്ടാകുന്നത് വരെ നമുക്ക് അങ്ങനത്തെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വലിയൊരു സംഭവമാണെന്നുള്ള തോന്നലുണ്ടായിട്ടില്ല. അപ്പോൾ അത് ലോകത്തിനൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവരും നമ്മുടെ മുന്നിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു വൈറസ് വരുമ്പോൾ എല്ലാവരും പരിഭ്രാന്തരാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ വൈറസ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള സിംറ്റംസും കാര്യങ്ങളാണ് വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വൈറസ് HMPV എന്ന് പറയുന്ന വൈറസ് കുറേ മുമ്പ് തന്നെ നമുക്ക് 1958 അതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സെറോളജിക്കൽ ടെസ്റ്റുകളിൽ വെളിവായിട്ടുണ്ടെങ്കിലും 2001 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു കൺഫർമേഷൻ വരുന്നത്. 2001 ശേഷം നമുക്ക് കുട്ടികളിലുണ്ടാകുന്ന ലോകത്ത് ഒട്ടുമായിട്ട് കുട്ടികളിൽ കാണുന്ന സാധാരണ ജലദോഷത്തിന് 10 മുതൽ 12% വരെ കാരണമാകുന്നത് ഈ ഒരു വൈറസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് സാധാരണ ഒരു കോൾഡ് മാത്രമാവുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷേ ചില കേസുകളിൽ അത് കുറച്ചും കൂടെ കടന്നിട്ട് വൈറസിൻ്റെ കൂടെ തന്നെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ചുമ, ചെറിയൊരു ശ്വാസതടസ്സം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്കും കൂടെ വന്നേക്കാം. ഓക്കെ, ഇനി അത് ചില ആളുകളിൽ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ, അതുപോലെ 65 വയസ്സിന് മുകളിലുള്ളവർ, അതല്ലെങ്കിൽ നമുക്ക് HIV പോലുള്ള ഇമ്മ്യൂണിറ്റി കുറയുന്ന അസുഖം ബാധിച്ച ആളുകൾ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ആസ്മ അല്ലെങ്കിൽ COPD ഒക്കെ പോലത്തെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്കും ഈ പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെ HMPVൻ്റെ കാര്യത്തിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 3 to 6 days ആണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുക. നമുക്കറിയാം വൈറസ് എന്ന് പറയുന്നത് ജീവി നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്ത് പോയിട്ട് അത് പരക്കുന്ന, അവിടെ ജീവിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് അതൊരു ഹോസ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന രീതിയിലുള്ള ജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സാധാരണഗതിയിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് ഉണ്ടാവുക. URT മുകളിലേക്കുള്ളതാണ് സാധാരണ രീതിയിൽ വരും. പക്ഷേ ചില സമയത്ത് മാത്രം അത് താഴത്തോട്ട് ഇറങ്ങും. അങ്ങനെ വന്നാലാണ് ഡേഞ്ചർ ആവുന്നത്. അപ്പോൾ അത് ലങ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് ബ്രോങ്കൈറ്റിസും അതല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ പോലുള്ള സിവിയർ കണ്ടീഷനാണ്. ഇപ്പോൾ ചൈനയിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ന്യൂമോണിയ പോലത്തെ വലിയ അസുഖങ്ങളായിട്ട് ആശുപത്രികളിൽ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ഉള്ളവരല്ലാതെ നമ്മുടെ നാട്ടിലത്തെ ഇവിടത്തൊക്കെയുള്ള ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ വൈറസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ജീവി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മ്യൂട്ടേഷൻ, മാറ്റം, ശരീരത്തിൻ്റെ അകത്തുള്ള രൂപമാറ്റങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റാൻ നമ്മുടെ ശരീരത്തിൻ്റെ ആൻറ്റിബോഡി ഇതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ ആൻറ്റിബോഡിനെ ബ്രേക്ക് ചെയ്ത് അത് കയറാൻ വേണ്ടിയിട്ട് ഈ ജീവികൾ തന്നെ അതിൻ്റെ പരിണാമപരമായിട്ട് മാറ്റം വരുത്തിയിട്ട് കുറേ കൂടെ ശക്തമായിട്ട് അത് കയറി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കൊറോണ പോലെ നമുക്ക് അപകടമായി മാറിയത്. കൊറോണ പോലെ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നൊരു വൈറസാണ്, പക്ഷെ അത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്ന പുതിയൊരു വേരിയൻ്റാണ് നമുക്ക് വലിയ ഡേഞ്ചർ ആക്കിയത്. അപ്പോൾ അതുപോലുള്ള ഒരു വേരിയൻറ്റ് മ്യൂട്ടേഷനൊക്കെ വരികയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് എത്താവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്ലോസ് കോൺടാക്റ്റ് വഴിയാണ്. കൊറോണയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ സ്നീസിങ്, കഫിങ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കൈ പിടിക്കുക, രോഗമുള്ള ഒരാളുടെ ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്ന സിറ്റുവേഷനുകളിലൊക്കെയാണ് ഇത് വരിക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാവുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ലാത്തൊരു രോഗമാണെന്നുള്ളത് മനസ്സിലാക്കി. ആൻറ്റിവൈറൽ ഡ്രഗുകളോ അല്ലെങ്കിൽ വാക്സിനൊന്നും ഇതിനകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രിവെൻഷനാണ് നന്നായിട്ട്. മുമ്പത്തെ പോലെ തന്നെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഫീവറൊക്കെ അമിതമായ രീതിയിലുണ്ടെങ്കിൽ ഉടനെ അതിനുള്ള മരുന്ന് കഴിക്കുക, ഫീവർ കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്തുക. പിന്നെ ആൻറ്റിബയോട്ടിക് കൊണ്ട് ഇതിനകത്ത് വലിയ പ്രയോജനമില്ല. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിവൈറലാണ് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റിവൈറൽ ഡ്രഗുകളൊന്നും ഇതിനകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഓർക്കണം. പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജനേറ്റഡ് ആയിട്ട് നിലനിർത്തുക, ശ്വാസം നിലനിർത്തി കൊടുക്കാനുള്ള സിറ്റുവേഷൻ ചെയ്യുക. പിന്നെ കോർട്ടിസോൺ പോലത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആസ്മ പോലത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. HMPV എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു വൈറസാണ്. പക്ഷേ ഇത് മ്യൂട്ടേഷൻ സംഭവിച്ച് വേറൊരു പുതിയൊരു വേരിയൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. എന്തായാലും എല്ലാവരും കരുതലോടെ ഇരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല നമ്മുടെ ഹൈജീനിറ്റി കുറച്ചൊന്ന് വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.